നിങ്ങൾ ഏത് തൊഴിലിലാണെങ്കിലും അതിൽ വിജയിക്കാനും മുന്നോട്ടു പോകാനും ബുദ്ധൻ നൽകുന്ന ആഴമുള്ള ഉപദേശങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാം, നിങ്ങളുടെ തൊഴിലിൽ മിൽമുഴുകുക. സമാധി ഉപദേശം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുക. ഒരു വിഷയത്തിൽ മനസ്സിരുത്തി പ്രവർത്തിക്കുന്നത് സമാധി, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നു. പ്രയോഗം: മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക. നിങ്ങളുടെ നിലവിലെ ജോലിയിൽ മാത്രം മനസ്സിരുത്തുക. ഇത് ഉയർന്ന ഗുണനിലവാരവും കാര്യക്ഷമതയും നൽകും. 2. ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും പ്രവർത്തിക്കുക. അപ്പമാത് ഉപദേശം. ജാഗ്രതയോടെ നടക്കുന്നവൻ വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നു. എല്ലാ ജോലിയും ശ്രദ്ധാപൂർവം ചെയ്യുക. പ്രയോഗം: ചെറിയ വിശദാംശങ്ങൾക്കും ശ്രദ്ധ നൽകുക. തിരക്കിലോ അശ്രദ്ധയോടോ ജോലി ചെയ്യരുത്. 3. ഫലത്തിനായി ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക. നിഷ്കാമകർമ്മ ഉപദേശം. ജോലിയുടെ ഫലത്തിൽ അടിമത്തം വളർത്തരുത്. നിങ്ങളുടെ കർത്തവ്യം സമ്പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. പ്രയോഗം: നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവുന്നത് നിങ്ങളുടെ പ്രയത്നം മാത്രം ശ്രദ്ധിക്കുക. ഫലങ്ങൾ സ്വാഭാവികമായി വരും. 4. നിരന്തരം പഠിക്കുകയും വികസിക്കുകയും ചെയ്യുക. വിദ്യ ഉപദേശം. ഒരു ദിവസം കൂടി ജീവിക്കുന്നവൻ അത് ബുദ്ധിയോടെ ജീവിക്കണം. നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കുക. പ്രയോഗം: നിങ്ങളുടെ ഫീൽഡിൽ അപ്ഡേറ്റായി തുടരുക. പുതിയ സ്കില്ലുകൾ വികസിപ്പിക്കുക. 5. സത്യസന്ധതയും നീതിയും പാലിക്കുക. സമ്മ ആജീവ ഉപദേശം. ധർമ്മത്തിന് വിരുദ്ധമായ തൊഴിലുകൾ ഒഴിവാക്കുക. മറ്റുള്ളവരെ ചതിക്കുന്ന തൊഴിലുകൾ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. പ്രയോഗം: സത്യസന്ധമായി ജോലി ചെയ്യുക. ന്യായമായ മാർഗത്തിൽ മാത്രം വരുമാനം നേടുക. 6. ക്ഷമയും സ്ഥിരതയും വളർത്തുക. ഖന്തി ഉപദേശം. ക്ഷമ എന്നത് ഏറ്റവും ഉത്തമമായ തപസ്സാണ്. വിജയം ഉടനടി ലഭിക്കില്ല. പ്രയോഗം: തൊഴിലിലെ ബുദ്ധിമുട്ടുകളിൽ ക്ഷമ കാണിക്കുക. സ്ഥിരമായ പ്രയത്നം തുടരുക. സഹപ്രവർത്തകരോട് ബഹുമാനത്തോടെ പെരുമാറുക. മെത്ത ഉപദേശം. സഹപ്രവർത്തകരോടും കീഴ്ജീവനക്കാരോടും ദയയോടെയും മര്യാദയോടെയും പെരുമാറുക. പ്രയോഗം: സഹകരണത്തോടെ പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക. 8. ജോലിയും വ്യക്തിജീവിതവും തമ്മിൽ സമതുലനം പാലിക്കുക. ഉപദേശം: മിതഭോജനം.